എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രധാന ഇൻഡെക്സുകളായ നിഫ്റ്റിയും സെൻസെക്സും സ്ലൈറ്റ്ലി റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 12 പോയിൻറ്റിൻ്റെ നെഗറ്റീവിലാണ് നിഫ്റ്റിയും 28 പോയിൻറ്റിൻ്റെ നെഗറ്റീവിൽ സെൻസെക്സും ക്ലോസ് ചെയ്തിട്ടുണ്ട്. മറ്റെല്ലാ ഇൻഡെക്സുകളും തന്നെ ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി അതിൽ എടുത്ത് പറയേണ്ടതാണ്. 500ഓളം പോയിൻ്റ് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നിഫ്റ്റി മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് എല്ലാം തന്നെ ഇന്ന് നല്ല ഒരു റിക്കവറിലാണ് വന്നിരിക്കുന്നത്. നല്ലൊരു റാലിയാണ് തന്നത്. പ്രധാനമായും ഇന്ന് നിഫ്റ്റി ഒരു റെഡിലേക്ക് വരാനുള്ള കാരണം IT ഷെയറുകളിലെ ഒരു സെല്ലിംഗ് പ്രഷറാണ്. അടുത്ത കാലത്തായി സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ് ഷെയറുകളിലുണ്ടായിരുന്ന ആ ഒരു സെല്ലിംഗ് പ്രഷർ മാറിയിട്ട് ഇന്ന് ബയ്യിങ് പ്രഷറിലേക്ക് മാറിയത് വിശാല വിപണിയെ വല്ലാതെ ഒരു ശക്തിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വേണം കരുതാനായിട്ട്. അതോടൊപ്പം തന്നെ FISൻ്റെ വർദ്ധിച്ചു വരുന്ന സെല്ലിംഗ് തുടരുകയാണ്. അതോടൊപ്പം നമ്മുടെ രൂപയുടെ മൂല്യത്തകർച്ച, നിലവിലുള്ള താരിഫ് സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിങ്ങനെയുള്ള പലതരത്തിലുള്ള ആശങ്കകൾ മാർക്കറ്റിൽ ഉണ്ടായിരുന്നിട്ടും ബാങ്കിങ്, അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ, ടെലികോം, ലോഹങ്ങൾ എന്നീ സെക്ടറുകളിൽ കാര്യമായ ഒരു ബയ്യിങ് പ്രഷർ കാണാൻ കഴിഞ്ഞു. സാധ്യതാ ലിസ്റ്റിലുള്ള US താരിഫ് ചുമത്തലുകളെക്കുറിച്ചും അതുപോലെ തന്നെ അവരുടെ ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ കുറയ്ക്കുന്നതിലെ കാലതാമസത്തെക്കുറിച്ചും അവിടെയും ഒരു ആശങ്കകൾ ഉണ്ടെങ്കിലും ഇന്ത്യയുടെ Q3 GDP വളർച്ചയിൽ ഒരു തിരിച്ചുവരവിനെക്കുറിച്ച് മാർക്കറ്റ് ഒരു ശുഭാപ്തി വിശ്വാസം പുലർത്തുന്നതായാണ് നമുക്കിന്ന് കാണാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ഗവൺമെൻറ് ചെലവുകൾ വീണ്ടെടുക്കുമെന്ന പ്രതീക്ഷകളും ഇന്ന് മാർക്കറ്റിൽ പ്രതിധ്വനിച്ചിട്ടുണ്ട്. BSE സെൻസെക്സ് 0.04% കുറഞ്ഞ് 75,938 ക്ലോസ് ചെയ്തിരിക്കുന്നത്. 76,338 എന്ന ഇൻട്രാഡേ ഉയർന്ന നിലവാരത്തിലും ഇൻട്രാഡേയിലെ താഴ്ന്ന നിലവാരമായ 75,581 രേഖപ്പെടുത്തിയിട്ടുണ്ട്. NSE നിഫ്റ്റി 12.40 പോയിൻ്റ് അല്ലെങ്കിൽ മുൻ ക്ലോസിങ്ങിനേക്കാൾ 0.05% ഇടിഞ്ഞ് 22,932 എന്ന നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. 23,050 ടു 22,814 എന്നുള്ള ആ ഒരു ഡിഫറൻസിലാണ് ഇന്ന് നിഫ്റ്റി ട്രേഡിംഗ് നടത്തിയത്. നിഫ്റ്റി 50-ലെ 25 സ്റ്റോക്കുകളും ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഭാരത് ഇലക്ട്രോണിക്സ്, ഇൻഡാൽകോ, ഐഷർ മോട്ടോഴ്സ്, അതുപോലെ തന്നെ ആക്സിസ് ബാങ്ക്, ലാസർ ആൻഡ് ടർബോ ഇതൊക്കെ തന്നെ ഇന്ന് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. അതേസമയം ഡോക്ടർ റെഡ്ഡി, TCS, ഇൻഫി, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, അദാനി എൻ്റർപ്രൈസസ് ഇതൊക്കെ ഇന്ന് നെഗറ്റീവിലുമാണ് ക്ലോസ് ചെയ്തത്. അതേപോലെ JBM ഓട്ടോയും മെജിസ് ലോജിസ്റ്റിക്കും അടങ്ങുന്ന നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 100 ഇൻഡെക്സ് 2.36% പോസിറ്റീവിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്മോൾ ക്യാപ്പ് ഷെയറുകളും ഇന്ന് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക്, PSU ബാങ്ക് എന്നിവ 1% പോസിറ്റീവിലാണ്. അതിൽ എടുത്തു പറയേണ്ടത് കൺസ്യൂമർ ഡ്യൂറബിൾസ്, ഫിനാൻഷ്യൽ സർവീസസ്, മെറ്റൽ, മീഡിയ, റിയാലിറ്റി എന്നീ സെക്ടറുകൾ 1.67% ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം തന്നെ മാർക്കറ്റ് ഒരു റിക്കവറി മോഡിലേക്ക് വരുന്നതായിട്ടുള്ള സൂചനകളാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇത്തരത്തിൽ ലാസ്റ്റ് ടൈമിൽ, അതായത് മാർക്കറ്റ് ക്ലോസിംഗ് ടൈമോട് കൂടിയിട്ട് ഒരു ചെറിയ തോതിലുള്ളൊരു വാളറ്റൈലിറ്റി കാഴ്ചവെച്ചിട്ട് അവസാനം സ്ലൈറ്റ്ലി ഒരു റെഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം മറ്റുള്ള ഇൻഡെക്സുകളെല്ലാം തന്നെ അത്യാവശ്യം തെറ്റില്ലാത്ത പോസിറ്റീവിലുമാണ് ക്ലോസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നാളെ ഒരു ഗ്യാപ്പ് അപ്പ് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ എല്ലാ ദിവസമുള്ള അനാലിസിസിലേക്ക് വരുമ്പോൾ നമ്മൾ ഇന്നത്തെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് റെസ്പെക്റ്റ് ചെയ്തോ ബ്രേക്കൗട്ട് ചെയ്തോ എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നമുക്ക് നിഫ്റ്റിയിൽ നോക്കുമ്പോൾ രണ്ടും സംഭവിച്ചിട്ടില്ല. ബാങ്ക് നിഫ്റ്റി നോക്കുമ്പോൾ ഇന്ന് കൂടുതലായിട്ടും സംഭവിക്കാനുള്ള സാധ്യതയില്ല. കാരണം ഇന്നൊരു സൈഡ് വേ മാർക്കറ്റ് തന്നെയായിരുന്നു. ബാങ്ക് നിഫ്റ്റി 49,480 നമ്മളൊരു റെസിസ്റ്റൻസ് പറഞ്ഞിരുന്നത്. ഇവിടെ ഓപ്പൺ ചെയ്ത മാർക്കറ്റ്, അതായത് നമ്മുടെ റെസിസ്റ്റൻസിൻ്റെയും സപ്പോർട്ടിൻ്റെയും ഇടയിൽ ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്തിട്ട് നേരെ മുകളിലേക്ക് വന്ന് ഇവിടെ ബ്രേക്കൗട്ട് നടത്തിയിട്ടുണ്ട്. ഈ ഒരു ക്യാനിലാണ് ബ്രേക്കൗട്ട് നടത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് ബ്രേക്കൗട്ട് നടത്തിയിരിക്കുന്ന ആ ഒരു പോയിൻ്റ് വെച്ച് തന്നെ അതിനുശേഷം, അതായത് ഈ ഒരു പിൻബാർ ക്യാൻഡിലാണ് ഇവിടെ ഫോം ആയിരിക്കുന്നത്. ഈ ഒരു ക്യാൻഡിലാണ്, ഇതല്ല, ഈ ഒരു ക്യാൻഡിലാണ് 10 മണിക്കുള്ള ക്ലോസിംഗ് ക്യാൻഡിലാണ് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനുശേഷം ഇവിടെ നിന്നും നമ്മൾ മെഷർമെൻ്റ് എടുക്കുകയാണെങ്കിൽ
115 പോയിൻറ്റിൻ്റെ റാലി നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബ്രേക്ക് ഔട്ടിന് ശേഷം അപ്പ് സൈഡിലേക്ക്. സെൻസെക്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സെൻസെക്സിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് രണ്ടും ബ്രേക്ക് ഔട്ടും അതേപോലൊപ്പം തന്നെ റെസ്പെക്റ്റും ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ മാത്രമാണ് ബ്രേക്ക് ഔട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നത്തെ ഒരു ദിവസത്തെ പോസിറ്റീവായി അല്ലെങ്കിൽ ഗ്രീനിൽ നമ്മൾക്ക് മാർക്ക് ചെയ്യേണ്ടതുണ്ട്. യെസ്റ്റർഡേ 18th നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്തിട്ടില്ല. റെഡും ഇല്ല, ഗ്രീനും ഇല്ല. കാരണം നമുക്ക് ഇന്നലെ നമ്മുടെ ലെവലുകളൊന്നും തന്നെ റെസ്പെക്റ്റും അതുപോലെ തന്നെ ബ്രേക്ക് ഔട്ടും നടത്തിയിട്ടില്ല. അതുകൊണ്ട് ഇന്ന് 19th നമുക്ക് ഗ്രീനിലാണ് ലൈൻ ഇടേണ്ടത്, ഗ്രീനിലാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഫെബ്രുവരി മന്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു 4 ദിവസം നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല. 6th 7th 8th 3 4 5 6 7 8 ഡേ പോസിറ്റീവും 1 ഡേ നെഗറ്റീവും. ഓക്കെ, ഇനി നമുക്ക് നാളെ ഏതെല്ലാം സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകളാണ് എന്നുള്ളതൊന്ന് പരിശോധിക്കാം. ഇത് സെൻസെക്സിൻ്റെ 50 മിനിറ്റ്സ് ചാർട്ടാണ്. നമുക്കിതിൽ ഒന്നും മാറ്റങ്ങൾ വരുത്തേണ്ടതില്ല. 76,490 റെസിസ്റ്റൻസ്, 75,302 സപ്പോർട്ട്. 1 അവറിലേക്ക് വരുമ്പോൾ 74,930 സപ്പോർട്ട്, 76,961 റെസിസ്റ്റൻസ് 1 അവറിൽ. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് ലെവൽ ചെറുതായിട്ട് മാറ്റേണ്ടതുണ്ട്. നെക്സ്റ്റ് ഈ ഒരു സ്വിങ്ങിൽ നിന്ന് നമുക്ക് റെസിസ്റ്റൻസ് ലെവൽ 49,700 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ 49,700 സപ്പോർട്ട്. നമുക്ക് 49,230 നമുക്ക് സപ്പോർട്ട് 50 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ. 1 അവറിലേക്ക് വരുമ്പോൾ 48,920 സപ്പോർട്ട്. റെസിസ്റ്റൻസ് 49,985. ഓക്കെ, 49,990 വയ്ക്കാം. 49,990 വേണ്ട, നമുക്ക് 50,000 വയ്ക്കാം. 50,000 എന്നുള്ള ആ ഒരു സൈക്കോളജിക്കൽ ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് വയ്ക്കാം. അപ്പോൾ 1 അവർ ടൈം ഫ്രെയിമിൽ 50Kയും അതുപോലെ സപ്പോർട്ട് 48,925 50 മിനിറ്റ്സിലേക്ക് മാറ്റുമ്പോൾ 49,234 അതോടൊപ്പം തന്നെ റെസിസ്റ്റൻസ് ആയിട്ട് 49,700 നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഇങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ്. അടുത്തത് നിഫ്റ്റിയിലേക്ക് നോക്കുമ്പോൾ നിഫ്റ്റി നമുക്ക് റെസിസ്റ്റൻസ് ലെവൽ 23,050 ഇന്നത്തെ ഹൈ ആണത്. 23,050 നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. സപ്പോർട്ട് നമുക്ക് ഇത് തന്നെയാണ് 22,725. 1 അവർ ടൈം ഫ്രെയിമിലേക്ക് മാറ്റുകയാണെങ്കിൽ 1 അവറിൽ 22,600 തന്നെയാണ് സപ്പോർട്ട്. റെസിസ്റ്റൻസ് ആയിട്ട് 23,235. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയിൽ നമുക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാം. ഇത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി മാത്രമാണ്, എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത്. ഈ 3 ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്ത് ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ വരയ്ക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഈ റൈറ്റ് സൈഡ് കാണുന്ന പ്രൈസുകൾ എഴുതി വെച്ച് ഇതുപോലെ ചാർട്ടിൽ വരയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.